പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും ഇന്ന് ചുമതലയേൽക്കാനിരിക്കെ ചർച്ചയാകുന്നത് വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യമാണ്. ഏക എം.എൽ.എ ഉള്ള പ്രധാന ഘടകകക്ഷികൾ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന എൽ.ഡി.എഫിലെ ധാരണയനുസരിച്ച് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് എസ്, കേരള കോൺഗ്രസ് ബി പ്രതിനിധികൾ മന്ത്രിസ്ഥാനത്തേക്കെത്തുന്നത്. ഇതിനിടെ ചില CPM മന്ത്രിമാരും വകുപ്പ് മാറ്റത്തിന് താൽപര്യം അറിയിച്ചതായാണ് വിവരം. അങ്ങനെ വന്നാൽ വകുപ്പുകളിൽ വ്യാപക മാറ്റമുണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ആന്റണി രാജു വഹിച്ച ഗതാഗതം അടക്കമുള്ള വകുപ്പുകൾ ഗണേഷിനും, അഹമ്മദ് ദേവർകോവിൽ വഹിച്ച തുറമുഖം അടക്കമുള്ള വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ LDF മന്ത്രിസഭയിലും കടന്നപ്പള്ളി തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ കടന്നപ്പള്ളിക്ക് തുറമുഖം കിട്ടാനാണ് സാധ്യത. ഇതിനിടെ കടന്നപ്പള്ളിക്ക് ദേവസ്വം നൽകണമെന്ന ചർച്ചയും സജീവമാണ്. മുൻപ് തുറമുഖവും ദേവസ്വവും കടന്നപ്പള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നടൻ കൂടിയായ ഗണേഷ് കുമാർ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരിക്കെ വഹിച്ച സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്നും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പിണറായിയുടെ വിശ്വസ്തനാണ് സജി ചെറിയാൻ. ഈ സാഹചര്യത്തിൽ വകുപ്പ് നൽകുമോ എന്നതും നിർണായകമാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ഔദ്യോഗിക വസതി തനിക്ക് വേണ്ടെന്നും വേണമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം പിണറായിക്കും ഗവർണർക്കുമിടയിൽ നിലനിൽക്കുന്ന പ്രശ്നം ധാരണയിലാകുമോ എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ ഇരുവരും ആദ്യമായി നേരിട്ട് കണ്ടുമുട്ടുന്ന വേദി കൂടിയാകും ഇത്. അതുകൊണ്ട് തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇടപെടലെല്ലാം വലിയ ശ്രദ്ധയാകും. ഇരുവരും ചർച്ചകൾ നടത്തുമോ എന്നതും നിർണായകമായ കാര്യമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണറുടെ ചായ സൽക്കാരവും ഉണ്ടാകും. സോളാർ കേസിൽ ഉൾപ്പെടെയുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ പ്രതിപക്ഷം എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.